ആഭ്യന്തരം വനം വകുപ്പുകൾ നൽകുകയോ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് വി.ഡി. സതീശനെ മാറ്റുകയോ ചെയ്താൽ പിന്മാറാമെന്ന് പി.വി. അൻവർ. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട നേതാക്കളോട് ഉപാധികൾ അറിയിച്ചെന്നും പി.വി. അൻവർ അവകാശപ്പെട്ടു. അൻവറിനോട് ഇനി ചർച്ചയില്ലെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. വകുപ്പ് വിഭജനം തുടങ്ങിയില്ലെന്നായിരുന്നു അൻവറിനെ പരിഹസിച്ചുകൊണ്ട് കെ.പി.സി.സി അധ്യക്ഷന്റെ മറുപടി. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയാണ് അൻവറിന്റെ പുതിയ അവകാശവാദം. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ഇന്നും UDF നേതാക്കൾ ബന്ധപ്പെട്ടു. അവർക്ക് നൽകിയ മറുപടിയിലാണ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഉപാധി വെച്ചതെന്ന് പി.വി. അൻവർ പറയുന്നു. വി.ഡി. സതീശനെ UDFന്റെ സ്ഥാനത്തിരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പിണറായിയെ പിണറായിയെ കയറ്റാൻ ഞാനില്ല. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെൻ്റാക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26 ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. വി.ഡി. സതീശനെതിരായ വിമർശനം ആവർത്തിച്ച പി.വി. അൻവർ മലപ്പുറം ജില്ല വിഭജിക്കണമെന്നും ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ വിഭജനം ആവശ്യമുന്നയിച്ച് TMC പ്രതിഷേധം തുടങ്ങുമെന്നും അൻവർ പറഞ്ഞു. അൻവറിന്റെ മുന്നിൽ UDF വാതിൽ ഇനി തുറക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചു. ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു. UDF തീരുമാനിച്ചാൽ ഒരു ചർച്ചയില്ല. അല്ല, ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരുടെ എല്ലാവരും പറയുന്നതിന് മറുപടി ഞാൻ പറയണം. അൻവറിന്റെ അവകാശവാദങ്ങളെ പരിഹസിച്ച് KPCC അധ്യക്ഷന്റെ മറുപടി. വകുപ്പ് ആരംഭിച്ചിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്ന് അവകാശപ്പെടുന്ന പി.വി. അൻവർ പ്രചാരണത്തിൽ ഇനിയും സജീവമായിട്ടില്ല. ഇതിനിടയിലാണ് UDFന് മുന്നിൽ എടുത്താൽ പൊങ്ങാത്ത ഉപാധികൾ. അൻവറിന്റെ ലക്ഷ്യമെന്തെന്ന് ഇപ്പോഴും അവ്യക്തം. ബിബിൻ ജെയിംസിനോടൊപ്പം ഷബീർ ഉമർ, ടീം മീഡിയ 1, നിലമ്പൂർ.